Dear students, today we will study about the AM radio receiver. Figure shows the superheterodyne radio receiver. It consists of then RF amplifier, mixer, local oscillator, then 2 or 3 stages of IF amplifiers, then detector or demodulator stage, finally an audio amplifier. The audio amplifier consists of voltage amplifier and power amplifier. Then output of the amplifier is fed to loudspeaker. This is the complete block diagram of a superheterodyne radio receiver. Then what do you mean by superheterodyne? Why we use the superheterodyne principle? നമുക്ക് ലോ ഫ്രീക്വൻസി ട്രാൻസ്മിഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആയിരിക്കും. സോ വി നീഡ് മോഡുലേഷൻ. അതുപോലെ തന്നെ ലോ ഫ്രീക്വൻസി സിഗ്നൽസിന് ലോ ബാൻഡ് വിഡ്ത്ത് ആയിരിക്കും, കോസ്റ്റ് ഓഫ് ട്രാൻസ്മിഷന് ഹൈ ആയിരിക്കും. ദെൻ ദ സിഗ്നൽ ഷുഡ് ബി ഡൺ അറ്റ് ഹൈ ഫ്രീക്വൻസി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മോഡുലേഷൻ പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. നീഡ് ഫോർ മോഡുലേഷനകത്ത് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ ഹൈ ഫ്രീക്വൻസി പ്രോസസ്സ് അറ്റ് ദ റിസീവിങ് സ്റ്റേജ്. ദ ഹൈ ഫ്രീക്വൻസി പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശരിക്കും പറഞ്ഞാൽ ഇതേപോലെ തന്നെയാണ്. കോസ്റ്റ് ഓഫ് ദ സർക്യൂട്ട് ഹൈ ആയിരിക്കും. പിന്നെ സർക്യൂട്ട്സിന് ഓരോ റേഡിയോ സ്റ്റേഷൻ ട്യൂൺ ചെയ്യും തോറും നമുക്ക് കിട്ടുന്ന ഫ്രീക്വൻസീസ് വേരി ചെയ്യും. വേരി അനുസരിച്ച് സർക്യൂട്ട് മോർ കോംപ്ലിക്കേറ്റഡ് ആവും. സോ വി ഷുഡ് ഡു ദ സിഗ്നൽ പ്രോസസ്സിങ് അറ്റ് ലോ ഫ്രീക്വൻസി. അപ്പോൾ ഏത് സ്റ്റേഷൻസ് റിസീവ് ചെയ്ത് കഴിഞ്ഞാലും ആ സിഗ്നൽസിനെ ഒരു ലോ ഫ്രീക്വൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ പ്രിൻസിപ്പിളിനെയാണ് നമ്മൾ സൂപ്പർ ഹെട്രോഡൈൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അത് സൂപ്പർ ഹെട്രോഡൈൻ പ്രിൻസിപ്പിളിൻ്റെ ഡയഗ്രാമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് RF ആംപ്ലിഫയർ, മിക്സർ ആൻഡ് ലോക്കൽ ഓസിലേറ്റർ. അപ്പോൾ RF ആംപ്ലിഫയർ ട്യൂൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ്. ഏത് സ്റ്റേഷനാണോ നമ്മൾ ആൻറ്റിന വഴി റിസീവ് ചെയ്യുന്നത്, അപ്പോൾ ആ സ്റ്റേഷന് വേണ്ടിയിട്ട് ഒരു ടാങ്ക് സർക്യൂട്ട്, ഒരു ട്യൂൺ സർക്യൂട്ട് ഉണ്ടാവും. അപ്പോൾ അത് ട്യൂൺ ചെയ്യുമ്പോൾ ആ പർട്ടിക്കുലർ ഫ്രീക്വൻസി അത് പിക്കപ്പ് ചെയ്യുന്നു. ദറ്റ്സ് ഓൺലി എ മൈക്രോ വോൾട്ട് ലെവൽ. സോ ഇറ്റ് ഈസ് ആംപ്ലിഫൈഡ് ബൈ ദ ആംപ്ലിഫയർ, RF ആംപ്ലിഫയർ ആൻഡ് ഗിവൺ ടു എ മിക്സർ. ഇപ്പോൾ മിക്സർ വരുന്ന ഇൻപുട്ട്സ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഓഫ് ദ RF ആംപ്ലിഫയർ ആൻഡ് ഔട്ട്പുട്ട് ഓഫ് ദ ലോക്കൽ ഓസിലേറ്റർ. ലോക്കൽ ഓസിലേറ്റർ മീൻസ് സിംപ്ലി ആൻ ഓസിലേറ്റർ ആൻഡ് ഹൈ ഫ്രീക്വൻസി സിഗ്നൽ ഈസ് ജനറേറ്റഡ് വിതിൻ ദ റേഡിയോ റിസീവർ. എന്നിട്ട് ഈ ഇൻകമിങ് സിഗ്നൽസും ഇൻകമിങ്ങിൻ്റെ കാരിയർ ഫ്രീക്വൻസിയും ഈ ലോക്കൽ ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസിയും തമ്മിൽ മിക്സ് ചെയ്യും. മിക്സിങ്ങിന് നമുക്ക് യൂസ് ചെയ്യുന്ന ബേസിക്കായിട്ട് മിക്സർ എന്ന് പറഞ്ഞ ഒരു ഡയോഡ്, ഏതെങ്കിലും എനി ഓഫ് ദ ജംഗ്ഷൻ ഡിവൈസസിൽ കൂടെ രണ്ട് ഫ്രീക്വൻസീസ് കടത്തി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദെൻ ദേ വിൽ ജനറേറ്റ് സം ഓഫ് ദ ഫ്രീക്വൻസീസ്, ഡിഫറൻസ് ഓഫ് ദ ഫ്രീക്വൻസീസ്, മൾട്ടിപ്പിൾസ് ഓഫ് ദ ഫ്രീക്വൻസീസ്. ഇവിടെ മിക്സറിൻ്റെ ഔട്ട്പുട്ടിൽ മെയിനായിട്ട് സം ഓഫ് ദ ഫ്രീക്വൻസീസും ഡിഫറൻസ് ഓഫ് ദ ഫ്രീക്വൻസീസും കിട്ടും. സോ വി വിൽ സെലക്ട് ഓൺലി the difference of the frequency. How we can select? By using a tuning circuit or tank circuit. അപ്പോൾ അവിടെ F0 മൈനസ് FS എന്ന് പറയുന്ന, ഇവിടെ നോക്കുക, നിങ്ങൾ ഫിഗറിൽ കാണാൻ പറ്റും. F0 മൈനസ് FS എന്ന് പറയുന്ന ഫ്രീക്വൻസിയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. വാട്ട് ഈസ് F0? ഇറ്റ്സ് എ ലോക്കൽ ഓസിലേറ്റർ ഫ്രീക്വൻസി. വാട്ട് ഈസ് FS? ഇറ്റ്സ് എ ഇൻകമിങ് ഫ്രീക്വൻസി ഓർ റേഡിയോ സ്റ്റേഷൻ്റെ ഫ്രീക്വൻസിയാണ്. അപ്പം ദിസ് ലോക്കൽ ഓസിലേറ്റർ മസ്റ്റ് ബി ഓൾവേസ് 455 kHz ഗ്രേറ്റർ ദാൻ ദ ഇൻകമിങ് സിഗ്നൽസ്. അപ്പോൾ ഏത് സ്റ്റേഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും ലോക്കൽ ഓസിലേറ്റർ ഫ്രീക്വൻസി എന്ന് പറയുന്ന ഈ റേഡിയോ ഇൻകമിങ് അല്ലെങ്കിൽ സെലക്റ്റഡ് ഫ്രീക്വൻസിയേക്കാളും 455 kHz എബോ ആയിരിക്കണം. സോ അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് ട്യൂൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് രണ്ടിൽ ഉപയോഗിക്കുന്ന ട്യൂണിങ് സർക്യൂട്ട് അല്ലെങ്കിൽ ടാങ്ക് സർക്യൂട്ടിനെ നമ്മളൊരു ഗ്യാങ് ചെയ്തിട്ടാണ് ഒരു സെയിം ഷാഫ്റ്റിലായിരിക്കും യൂസ് ചെയ്യുന്നത്. അതായത് സെയിം കപ്പാസിറ്റർ തന്നെയാണ്. അതിന് ദാറ്റ് ഈസ് നോൺ ആസ് ഗാങ്ഡ് കപ്പാസിറ്റർ എന്ന് പറയും. അപ്പോൾ ട്യൂൺ ചെയ്യുമ്പോഴേ അല്ലെങ്കിൽ കപ്പാസിറ്ററിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോഴേ രണ്ട് സ്റ്റേജിലെ RF ആംപ്ലിഫയറിലെയും ലോക്കൽ ഓസിലേറ്ററിലെ ഫ്രീക്വൻസിയിലെയും ഒരേപോലെ തന്നെ ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇവിടെ എത്ര ഫ്രീക്വൻസി കൂടുന്നു അതനുസരിച്ച് ലോക്കൽ ഓസിലേറ്ററിലെ ഫ്രീക്വൻസിയും കൂടും. ദെൻ the IF or F0 minus F0 FS must be 455. കാരണം അതെപ്പോഴും അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 455 ആയിരിക്കും. അതുകൊണ്ട് F0 മൈനസ് FS എന്ന് പറയുന്ന ഫ്രീക്വൻസി 455 kHz ആയിരിക്കും. ദാറ്റ് ഫ്രീക്വൻസി ഈസ് നോൺ ആസ് ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി ഓർ IF. ഫോർ an AM സ്റ്റേഷൻ the IF ഫ്രീക്വൻസി ഈസ് 455 kHz. അപ്പോൾ ഏത് സ്റ്റേഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ അതിനൊരു ലോ
ഫിക്സഡ് ഫ്രീക്വൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് സൂപ്പർ ഹെട്രോഡൈൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ സൂപ്പർ ഹെട്രോഡൈൻ പ്രിൻസിപ്പിൾ എന്ന് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മാത്രം വരയ്ക്കുക, ഈ 3 സ്റ്റേജസ് വരയ്ക്കുക. ഇതിനകത്ത് വരുന്ന ഈ ഒരു ഡിഫറൻസ് ഓഫ് ഫ്രീക്വൻസിയും ഗാങ്ഡ് കപ്പാസിറ്റർ ഉപയോഗിച്ച് സെലക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എഴുതിയിട്ട് IF ഫിക്സഡ് ഫ്രീക്വൻസി ആയിരിക്കും എഴുതുക. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ 455 kHz ആണ് AM സ്റ്റേഷൻ്റെ IF മീൻസ് ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി. മീൻസ് ഏത് സ്റ്റേഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും യു വിൽ കൺവേർട്ട് ദാറ്റ് frequency, carrier frequency into a fixed frequency of 455 kHz. അപ്പോൾ അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തായിരിക്കും? നമുക്ക് ഈസി ആയിട്ട് നെക്സ്റ്റ് സ്റ്റേജിലൊക്കെ യൂസ് ചെയ്യുന്ന എല്ലാ കമ്പോണൻസും ഫിക്സഡ് ഫ്രീക്വൻസിക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജിൽ യൂസ് ചെയ്യുന്ന എല്ലാ സർക്യൂട്ട്സും ഫിക്സഡ് ഫ്രീക്വൻസിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേജിൽ വരുന്ന കമ്പോണൻസിൻ്റെ വാല്യൂ മാത്രം നമ്മൾ മാറ്റിക്കൊടുത്ത് ഡിഫറൻറ്റ് ഫ്രീക്വൻസീസ് അല്ലെങ്കിൽ ഡിഫറൻറ്റ് സ്റ്റേഷൻസ് സെലക്ട് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള ഓൾ അതർ സ്റ്റേജസിൽ വരുന്നതെല്ലാം കമ്പോണൻസും ഫിക്സഡ് ഫ്രീക്വൻസിക്ക് വേണ്ടിയിട്ടായിരിക്കും സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഫസ്റ്റ് ആൻറ്റിന ഫങ്ഷൻ ഓഫ് ഒരു ഫെറൈറ്റ് റോഡിലായിരിക്കും ഒരു കോയിൽ വൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് ഫങ്ഷൻ ഈസ് ടു പിക്കപ്പ് ദ റേഡിയേറ്റഡ് സിഗ്നൽ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഈ ആൻറ്റിനയിൽ that antenna will be converted that into an electrical signals. Generally few microvolts കാണത്തുള്ളൂ. Then it is given to an RF amplifier. It provides initial tuning to remove the image signals. ഇമേജ് ഫ്രീക്വൻസി റിജക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഒരു വീഡിയോ നെക്സ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വാട്ട് യു മീൻ ബൈ ഇമേജ് ഫ്രീക്വൻസി? നമ്മൾ സെയിം കാരിയർ ഫ്രീക്വൻസി തന്നെ ഉപയോഗിച്ച് അല്ലെങ്കിൽ സെയിം ലോക്കൽ ഓസിലേറ്റർ ഫ്രീക്വൻസി ഉപയോഗിച്ച് വേറൊരു സ്റ്റേഷൻ കൂടെ നമ്മൾ ഇതേപോലെ സ്റ്റേഷൻ സെലക്ട് ചെയ്യുന്നതിനാണ് ഇമേജ്. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടാൽ മതിയാവും. അപ്പോൾ ഇമേജ് സിഗ്നൽസിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ RF ഓൾസോ പ്രൊവൈഡ് സം ലെവൽസ് ഓഫ് ആംപ്ലിഫിക്കേഷൻസ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേജിലായിരിക്കും നോയ്സ് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്. സോ ഒപ്റ്റിമം നോയ്സ് പെർഫോമൻസ്, നോയ്സിൻ്റെ സിഗ്നൽസിലെ ആംപ്ലിഫിക്കേഷൻ ഏറ്റവും റെഡ്യൂസ് ചെയ്യുന്ന ഒരു ലെവലിലേക്കായിരിക്കും ഈ RF ആംപ്ലിഫയർ ഡിസൈൻ ചെയ്യുന്നത്. മെയിൻലി ദിസ് സ്റ്റേജ് ഓപ്പറേറ്റ്സ് ഓൺ ക്ലാസ് C മോഡ് ഓഫ് ഓപ്പറേഷൻ. നമുക്കറിയാം ആംപ്ലിഫയറിൽ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് AB, ക്ലാസ് C. അതിൽ ക്ലാസ് C എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1/2 സൈക്കിൾസ് ഓഫ് ആണ് നമ്മൾ ആംപ്ലിഫൈ ചെയ്യുന്നത്. അതാണ് ക്ലാസ് C മോഡ്. ഇവിടെ നമുക്ക് മെയിനായിട്ട് വരുന്ന മോഡുലേഷൻ എന്ന് പറയുന്നത് ലെസ് ദാൻ 33% അല്ലെങ്കിൽ 50%േക്കാൾ ബിലോ ആയിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ് C മോഡ് ഓഫ് ഓപ്പറേഷൻ ഉപയോഗിക്കുന്ന എഫിഷ്യൻസി ഹൈ ആവും, പവർ ഔട്ട്പുട്ട് ഹൈ ആവും. ബട്ട് നമുക്ക് ഡെപ്ത് ഓഫ് മോഡുലേഷൻ വളരെ കുറവായതുകൊണ്ട് സിഗ്നൽസ് ഒരു കാരണവശാലും ഡിസ്റ്റോർട്ടഡ് ആയിട്ട് പോകത്തില്ല. അതുകൊണ്ടാണ് ഈ RF സ്റ്റേജിൽ ക്ലാസ് C മോഡ് ഓഫ് ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ദ ലോക്കൽ ഓസിലേറ്റർ. അപ്പം ലോക്കൽ ഓസിലേറ്റർ ഫ്രീക്വൻസി നേരത്തെ പറഞ്ഞു. ലോക്കൽ ഓസിലേറ്റർ ഫ്രീക്വൻസി മസ്റ്റ് ബി 455 kHz ഗ്രേറ്റർ ദാൻ ദ ഇൻകമിങ് ഓർ ട്യൂൺഡ് സ്റ്റേഷൻ. അതാണ് ലോക്കൽ ഓസിലേറ്ററിന്. അത് ഗാങ്ഡ് ട്യൂണിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫിക്സഡ് ഫ്രീക്വൻസി നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ദീസ് 2 frequencies are given to a mixer stage. This circuit accepts 2 input signals and generate difference of the frequencies, sum of the frequencies and multiples of the frequencies. From these output signal we select only difference of the signal. Then RF signal and local oscillator fed to the mixer to produce desired IF. IF means intermediate frequency. Intermediate, why that name intermediate frequency? Incoming അല്ല, ലോക്കൽ ഓസിലേറ്റർ ജനറേറ്റ് ചെയ്ത ഫ്രീക്വൻസി അല്ല, ഒരു തേർഡ് വൺ ആണ്. ദാറ്റ് ഈസ് നോൺ ആസ് ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി ഈസ് ഓൾവേസ് 455 kHz. ദെൻ നെക്സ്റ്റ് ഇവിടെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന AGC ഉണ്ട്, ഓട്ടോമാറ്റിക് ഗെയിൻ കൺട്രോൾ. ഇവിടെ റേഡിയോയിലാണെങ്കിൽ AVC എന്നാണ് പറയുന്നത്. AVC നെക്സ്റ്റ് കണക്ട് ചെയ്യുന്നത് IF ആംപ്ലിഫയർ. നെക്സ്റ്റ് മിക്സറിൻ്റെ ഔട്ട്പുട്ട് ദെൻ ഇറ്റ് ഈസ് ഗിവൺ ടു ആൻ IF ആംപ്ലിഫയർ. 2 or 3 stages of IF ആംപ്ലിഫയേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നോർമലി ക്ലാസ് A മോഡ് ഓഫ് ഓപ്പറേഷൻസ് ആയിരിക്കും IF ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഈ IF ആംപ്ലിഫയറിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്
ഏറ്റവും മാക്സിമം ഗെയിൻ, ഹയസ്റ്റ് ഗെയിൻ ഒബ്റ്റെയിൻ ചെയ്യുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് എപ്പോഴും IF ആംപ്ലിഫയർ സ്റ്റേജ് ആയിരിക്കും. കാരണം അവിടെ ഫിക്സഡ് ഫ്രീക്വൻസി ആയി, സർക്യൂട്ട് ക്ലിയർ ആയിട്ട് ഡിസൈൻ ചെയ്തു. അപ്പോൾ നമ്മൾ പഴയ റേഡിയോ ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ 3 IFT അതിനകത്ത് കാണാൻ പറ്റും. അത് എപ്പോഴും ബാൻഡ് വിഡ്ത്ത് കീപ്പപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 455 കിലോ ഹെർട്സ്, ദെൻ ഏകദേശം ഒരു 450 കിലോ ഹെർട്സ്, ദെൻ 460 കിലോ ഹെർട്സ്. ഇത് നിയറസ്റ്റ് വാല്യൂസിലേക്ക് ട്യൂൺ ചെയ്യുമ്പോൾ ടോട്ടൽ ബാൻഡ് വിഡ്ത്ത് നമുക്ക് ഗ്രേറ്റർ ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ 3 സ്റ്റേജ്. അപ്പോൾ മാക്സിമം ഗെയിൻ റേഡിയോ ആംപ്ലിഫയറിലെ അല്ലെങ്കിൽ AM റിസീവറിലെ മാക്സിമം ഗെയിൻ ഒബ്റ്റെയിൻ ചെയ്യുന്നത് IF ആംപ്ലിഫയറിലായിരിക്കും. ഇതിൽ ഫസ്റ്റ് IF ആംപ്ലിഫയറിലേക്കാണ് AVC. AVC എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഡിമോഡുലേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നാണ് AVC ജനറേറ്റ് ചെയ്യുന്നത്. ആ ഒരു DC സിഗ്നൽസ് ആണ്. ആ DC സിഗ്നൽ ഈസ് ഗിവൺ ടു ദ IF ആംപ്ലിഫയർ ആൻഡ് RF ആംപ്ലിഫയർ. അപ്പം മാക്സിമം നമുക്ക് ഗെയിൻ RF ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഗെയിൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. വൈ വി നീഡ് ദിസ് AVC? സ്റ്റേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ മാറുമ്പോൾ എപ്പോഴും റേഡിയോയുടെ വോളിയം ഇങ്ങനെ കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ടോട്ടൽ വോളിയം കൂടുന്നു, പെട്ടെന്ന് ഹൈ ആവുന്നു, കുറയുന്നു, ലോ ആവുന്നു. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഓട്ടോമാറ്റിക് വോളിയം കൺട്രോൾ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഗെയിൻ കൺട്രോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ലോ ഗെയിനുള്ള സ്റ്റേജിൽ വെച്ച് കൺട്രോൾ ചെയ്യാനാണ് ഈസി. സോ ഇറ്റ് ഈസ് ഗിവൺ ടു RF ആംപ്ലിഫയർ ആൻഡ് ഫസ്റ്റ് IF ആംപ്ലിഫയർ സ്റ്റേജ്. The block provides majority of the gain and selectivity, then being fixed frequency. ഞാൻ നേരത്തെ പറഞ്ഞു 455 കിലോ ഹെർട്സ് ആണ്. ഇറ്റ് ഈസ് മച്ച് ഈസിയർ ടു അച്ചീവ് ഹൈ ലെവൽസ് ഓഫ് ഗെയിൻ ആൻഡ് ഓവറോൾ പെർഫോമൻസ്. The next point, the amplifier is controlled by automatic gain control or voltage control from the demodulator stage. Then the resonant circuit placed the collector of the transistor in the IF ആംപ്ലിഫയറിൽ നമ്മൾ 3 സ്റ്റേജ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ 3 സ്റ്റേജിൻ്റെയും കളക്ടറിൽ LC സർക്യൂട്ട്, ഒരു പാരലൽ LC സർക്യൂട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് ആക്ട്സ് ആസ് എ ട്യൂൺഡ് സർക്യൂട്ട് ഓർ റെസൊണൻറ്റ് സർക്യൂട്ട്. ഇറ്റ് സെലക്ട് ദ IF ഫ്രീക്വൻസി. അപ്പോൾ ഞാൻ പറഞ്ഞു ഡിഫറൻറ്റ് ഓഫ് ഫ്രീക്വൻസീസ് വരെ F0 ഉണ്ടാവും, F0 പ്ലസ് FS ഉണ്ടാവും, F0 മൈനസ് FS ഉണ്ടാവും. ഫ്രം ദാറ്റ് ഫ്രീക്വൻസി IF ആംപ്ലിഫയർ F0 മൈനസ് FSന് വേണ്ടി നമ്മൾ ട്യൂൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഓൺലി സെലക്ട് ദ ഡിഫറൻസ് ഓഫ് ദ ഫ്രീക്വൻസീസ് ഫ്രം ദ ഇൻകമിങ് സിഗ്നൽസ്, then improving the selectivity, and it also feed the IF to the detector stage. Detector stage ഇപ്പോൾ maximum signalsൻ്റെ strength കൂടി, then we want to demodulate or detect the signal. ഇപ്പോൾ മോഡുലേഷൻ പ്രോസസ് മീൻസ് കാരിയർ ഹൈ ഫ്രീക്വൻസി കാരിയർ സിഗ്നൽസും ഓഡിയോ സിഗ്നൽസും തമ്മിൽ മിക്സ് ചെയ്യുന്ന പ്രോസസ്സിനാണ് ഡിമോഡുലേഷൻ. അവിടെ വാണ്ടഡ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി നമ്മുടെ ഓഡിയോ സിഗ്നൽസ് ആയിരിക്കും. ഡിറ്റക്ടർ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? വി വിൽ സെപ്പറേറ്റ് ദ audio signals from the modulated wave. That process is known as demodulation or detection. IF amplifier is used in class A mode of operation. Then automatic gain control. Automatic gain control is incorporated into the most super heterodyne radio block diagram. Gain control ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. Function of the block is to reduce the gain of strong signals so that the audio levels are maintained for amplitude sensitive forms of the modulation. നമുക്കറിയാം ഇപ്പോൾ FM സ്റ്റേഷനാണ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പോൾ FM സ്റ്റേഷന് വളരെ ക്ലാരിറ്റി ആയിരിക്കും. ഇതുപോലത്തെ ഉള്ള പ്രശ്നങ്ങളൊന്നും FM സ്റ്റേഷനിൽ കൂടുതലായിട്ട് വരത്തില്ല. പക്ഷേ AM സ്റ്റേഷനിലാണെങ്കിലാണ് ഈ ഒരു പ്രശ്നം. കാരണം അറ്റ്മോസ്ഫിയറിലുണ്ടാകുന്ന വേരിയേഷൻ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് വേരിയേഷനാണ്. അപ്പോൾ ആ നോയ്സ് ഇതിനെ എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സിഗ്നൽസിൻ്റെ സ്ട്രെങ്ത് കൂടുകയോ കുറയുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത് ഇതിനെ എഫക്റ്റ് ചെയ്യും. സോ ഇറ്റ് ഈസ് നെസസറി. നെക്സ്റ്റ് ഈസ് ദ ഡിറ്റക്ടർ സ്റ്റേജ്. ഇറ്റ് ഈസ് യൂഷ്വലി ഇൻ ദ ഫോം ഓഫ് എ ജർമേനിയം ഡയോഡ് ഓർ ഡയോഡ് കണക്റ്റഡ് ഇൻ എ ട്രാൻസിസ്റ്റർ. നമുക്കറിയാം സിലിക്കൺ നമുക്ക് OA79 ടൈപ്പ് ഓഫ് ഡയോഡ്സ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അവിടെ പോയിൻ്റ് കോണ്ടാക്റ്റ് ഡയോഡാണ് യൂസ് ചെയ്യുന്നത്. വൈ ദാറ്റ് പോയിൻ്റ് കോണ്ടാക്റ്റ്? നമ്മൾ റെക്ടിഫയറിന് യൂസ് ചെയ്യുന്ന ഒരു ഡയോഡ് ഒരു കാരണവശാലും അവിടെ യൂസ് ചെയ്യത്തില്ല. കാരണം റെക്ടിഫയറിൽ യൂസ് ചെയ്യുന്ന ഡയോഡ് ഈസ് ഓൾവേസ് യൂസ്ഡ് ഇൻ ദ ലോ ഫ്രീക്വൻസി റേഞ്ച്. നമ്മൾ 50 ഹെഡ്സ് അല്ല 100 ഹെഡ്സ് ആ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസിലായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇവിടെ വരുന്നത് ഹൈ ഫ്രീക്വൻസിയാണ്. 455 കിലോ ഹെഡ്സ് ഓഫ് റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസാണ്. അതിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ
യൂസ് ചെയ്യുന്ന ഡയോഡ് എപ്പോഴും പോയിൻറ്റ് കോണ്ടാക്റ്റ് ഡയോഡ്. അപ്പോൾ ജംഗ്ഷൻ കപ്പാസിറ്റൻസ് ലോ ആയിരിക്കും. സോ ദാറ്റ് വി ക്യാൻ പ്രോസസ് ഹൈ ഫ്രീക്വൻസി ഓപ്പറേഷൻസ്. അതാണ് ഡിറ്റക്ടർ ഡയോഡും നമ്മൾ സാധാരണയുള്ള റെക്ടിഫയർ ഡയോഡ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഡിമോഡുലേറ്റ്സ് AM ബൈ റെക്ടിഫൈങ് ദ IF. അപ്പോൾ സാധാരണ റെക്ടിഫയറിൽ യൂസ് ചെയ്യുന്ന പോലെ എന്താ ചെയ്യുന്നത്, ഫുൾ ഹാഫ് സൈക്കിൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ സൈക്കിൾ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ കൺവേർട്ടഡ് ഇൻ ടു ഹാഫ് സൈക്കിൾസ്, ഒരു ഒൺലി വൺ ഡയറക്ഷൻ സിഗ്നൽസ്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ ക്യാരിയർ ഫ്രീക്വൻസി ഉണ്ടാവും, ഹാഫ് ഓഫ് ദ ക്യാരിയർ ഫ്രീക്വൻസി നമ്മുടെ അപ്പർ സൈഡ് ബാൻഡിലുള്ള സിഗ്നൽസും കാണും. ഓൺ ഇറ്റ്സ് ഔട്ട്പുട്ട് ദർ ഇസ് എ സ്ട്രോങ് IF റിപ്പിൾ കമ്പോണൻറ്റ്. ഞാൻ പറഞ്ഞ ഹാഫ് ഓഫ് ദ IF സിഗ്നൽസ് കാണും. ഇറ്റ് ഈസ് ഫിൽറ്റേഡ് ബൈ ഒരു ഫിൽറ്റർ സർക്യൂട്ട്, RC ഫിൽറ്റർ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ലോ പാസ് ഫിൽറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ സിഗ്നൽസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ദെൻ അപ്പോൾ ഈ ഡിറ്റക്ടറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നാണ്, ഡിറ്റക്ടറിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിൽ നിന്നാണ് ഇവിടെയാണ് DC ലെവൽ വരുന്നത്. അപ്പോൾ DC ലെവൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക, നമുക്ക് കിട്ടുന്ന സിഗ്നൽസിൻ്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, ഒരു സിഗ്നൽസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ശരിക്കും വാണ്ടഡ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഈ പീക്ക് ലെവലിലായിരിക്കും. നമുക്കിവിടെ ഇതായിരിക്കും നമ്മുടെ ഓഡിയോ ഇൻഫർമേഷൻ. ഇവിടെ നമുക്ക് ക്യാരിയർ ഫ്രീക്വൻസിയുടെ ഹാഫ് പോർഷൻസ് ക്യാരിയർ ഫ്രീക്വൻസിയുടെ, അപ്പോൾ ഹാഫ് ഓഫ് ദ ക്യാരിയർ ഫ്രീക്വൻസി പ്ലസ് അപ്പർ സൈഡ് ബാൻഡ്സ്. ഇതിൽ നിന്ന് ഈ ക്യാരിയർ ഫ്രീക്വൻസിയെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം, ഓഡിയോ ഫ്രീക്വൻസിയെ മാത്രം ഡിറ്റക്ട് ചെയ്തെടുക്കണം. അങ്ങനെ കിട്ടുമ്പോഴത്തേക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വേവ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വേവ് ഫോം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ കാണുന്ന ഹൈറ്റ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ DC ലെവൽ എന്ന് പറയുന്നത്. ഈ DC ലെവലിൽ നിന്നാണ് നമ്മൾ ഡിറ്റക്ട്, ദാറ്റ് ഈസ് നോൺ ആസ് ആവറേജ് DC ലെവൽ. അതിൽ നിന്നാണ് AVCക്ക് വേണ്ട വോൾട്ടേജ് ലെവല് കളക്ട് ചെയ്യുന്നത്. അതാണ് നമ്മുടെ AVC വോൾട്ടേജ്. പോർഷൻ ഓഫ് ദാറ്റ് വോൾട്ടേജ് ഈസ് യൂസ്ഡ് ഫോർ AVC കൺട്രോൾ. ദെൻ ഇപ്പോൾ ഇവിടെ നോക്കുക, ലോ പാസ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ട് RC കമ്പോണൻറ്റ് ഉപയോഗിച്ചിട്ട് ഈ ക്യാരിയർ ഫ്രീക്വൻസിയുടെ കമ്പോണൻറ്റ് ഉണ്ടായിരുന്നു, അതിനെയും കളഞ്ഞു, ഓഡിയോ ഫ്രീക്വൻസി മാത്രമായി. ദെൻ ഇറ്റ് ഈസ് ഗിവൺ ടു ആൻ AF ആംപ്ലിഫയർ. AGCയുടെ മെയിൻ റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് എൻഷുവർ ദാറ്റ് ഓഡിയോ ഓർ അതർ ഔട്ട്പുട്ട് ഡസ് നോട്ട് വേരി ഓവർ സച്ച്. ഞാൻ നേരത്തെ പറഞ്ഞു അതുപോലെ വേരി ചെയ്യാൻ പാടില്ല, അഡ്ജസ്റ്റ് ചെയ്യണം. possible that when the receiving strong signals, some stages of the receiver becomes overloaded. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ചില കേസിൽ വോൾട്ടേജ് കൂടുതൽ അല്ലെങ്കിൽ ആ ഒരു DC ലെവൽ ഹൈ ആണെങ്കിൽ ഓവർലോഡഡ് ആകും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റത്തിനത് പ്രശ്നമാകും. അപ്പോൾ വോളിയം അത് ഓവർലോഡഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടും ആണ് അങ്ങനെ ചെയ്യുന്നത്. Then audio amplifier. Audio amplifier consists of two stages. First one is always a voltage amplifier. Final stage is always power amplifier. It amplifies the audio signal and passes it on to a speaker. Between the detector and audio amplifier, a volume control or potentiometer is used to control the voltage level. അപ്പോൾ ഫസ്റ്റ് വോൾട്ടേജ് ആംപ്ലിഫയർ ആണ്. വോൾട്ടേജ് ആംപ്ലിഫയറിൽ കൊടുത്ത് സിഗ്നൽസിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ നിന്നുള്ള ഒരു പോർഷൻ വോളിയം ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും ഫൈനൽ സ്റ്റേജിനേക്കാളും ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ്. അപ്പോൾ ആദ്യത്തെ ഡിറ്റക്ടർ കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മളൊരു വോളിയം കൺട്രോൾ കൊടുക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെറിയൊരു വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ ഗെയിൻ ഹൈ ആയിട്ട് വേരിയേഷൻ വരും, വോളിയം ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓഡിയോ വോൾട്ടേജ് ആംപ്ലിഫയർ ആൻഡ് ഓഡിയോ പവർ ആംപ്ലിഫയർ. ദെൻ ആ രണ്ട് സ്റ്റേജ് പവർ ആംപ്ലിഫയറിൽ അറിയാം, പുഷ് പുൾ ആംപ്ലിഫയർ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ക്ലാസ് B മോഡ് ഓഫ് ഓപ്പറേഷൻ ആയിരിക്കും മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ പവർ ആംപ്ലിഫയറിൻ്റെ സിഗ്നൽ സ്ട്രെങ്ത് കൂട്ടിയതിന് ശേഷം ദെൻ ഇറ്റ് ഈസ് ഗിവൺ ടു എ ലൗഡ് സ്പീക്കർ. ലാസ്റ്റ് കൊടുക്കുന്ന ലൗഡ് സ്പീക്കറിലാണ്. ലൗഡ് സ്പീക്കറിൻ്റെ ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ 4 ohm to 8 ohm ആൻഡ് ഇറ്റ്സ് വാട്ടേജിൽ വന്ന 0.5 വാട്ട് ആയിരിക്കും. അപ്പോൾ അവിടുത്തെ ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ്. 8 ohm or 4 ohm ഇമ്പിഡൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പവർ ആംപ്ലിഫയർ അവിടെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് പവർ ആംപ്ലിഫയറിൻ്റെ ഇമ്പിഡൻസും ഈ ലൗഡ് സ്പീക്കറിൻ്റെ ഇമ്പിഡൻസും തമ്മിൽ മാച്ചിങ് ചെയ്യത്തക്ക വിധം അല്ലെങ്കിൽ മാച്ചിങ് ആകത്തക്ക വിധമുള്ള ഒരു സർക്യൂട്ടായിരിക്കും ഡിസൈൻ ചെയ്യുന്നത്. കോംപ്ലിമെൻ്ററി സിമെട്രി പുഷ് പുൾ ആംപ്ലിഫയർ ഇതുപോലുള്ള സ്റ്റേജസ് ആയിരിക്കും മെയിനായിട്ട് അവിടെ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ടായിരുന്നു, പിന്നെ അത് മാറ്റി ദെൻ പുഷ് പുൾ ആംപ്ലിഫയറായി. ഫൈനൽ ട്രാൻസ്ഫോമർ ലെസ് ആയിട്ടുള്ള കോംപ്ലിമെൻ്ററി സിമെട്രി പുഷ് പുൾ ആംപ്ലിഫയർ ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ സ്പീക്കർ ഈസ്
സംടൈംസ് കണക്റ്റഡ് ടു ദ ഓഡിയോ ആംപ്ലിഫയർ ത്രൂ എ ഹെഡ്സെറ്റ്. അത് നമുക്കറിയാം ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ടും കണക്ട് ചെയ്യാൻ, പ്ലഗ് ഇൻ ചെയ്താൽ മതിയാവും. ദെൻ സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഫൈൻ ഫങ്ഷൻ ഓഫ് ദ സ്പീക്കർ ഈസ് ടു കൺവേർട്ട് ദ വോൾട്ടേജ് ഇൻ ടു സൗണ്ട്. അപ്പോൾ ഇറ്റ്സ് എ ട്രാൻസ്ഡ്യൂസറാണ്. വോൾട്ടേജ് ടു സൗണ്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൗഡ് സ്പീക്കർ യൂസ് ചെയ്യുന്നത്. ഇതാണ് മെയിനായിട്ട് വരുന്ന ഒരു റേഡിയോ റിസീവറുടെ ബ്ലോക്ക് ഡയഗ്രാം, AM റിസീവറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. ഇനി ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കുക 1-2 കാര്യങ്ങൾ അറിയേണ്ടതെന്ന് വെച്ചാൽ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതെന്ന് വെച്ചാൽ ചോയ്സ് ഓഫ് IF അല്ലെങ്കിൽ ഇമേജ് റിജക്ഷൻ റേഷ്യോ. അതെങ്ങനെയാണ് ഇമേജ് സിഗ്നൽസിനെ റിജക്റ്റ് ചെയ്യുന്നത്. AVC, ടൈപ്പ് ഓഫ് AVC ഉണ്ട്. നോർമൽ AVC, ഡിലേഡ് AGC ഉണ്ട്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ചെറിയ ചെറിയ വീഡിയോസ് ചെയ്യുന്നുണ്ട്, നിങ്ങളത് ശ്രദ്ധിക്കുക. ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കറക്റ്റായിട്ട് എൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു റേഡിയോ റിസീവറിൻ്റെ AM റിസീവറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.